തിരുവനന്തപുരം കഴക്കൂട്ടം മേനംകുളത്ത് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയിലെ കുറ്റിക്കാട്ടിൽ വൻ തീപിടുത്തം. ഇതിനോട് ചേർന്നാണ് ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റും വനിതാ പോലീസ് ബറ്റാലിയനും പ്രവർത്തിക്കുന്നത്. ഇത് ആശങ്ക കൂട്ടുകയാണ്. നിരവധി വീടുകളുമുള്ള പ്രദേശത്തെ അഗ്നിബാധ ഏറെ ശ്രമകരമായി 3 മണിക്കൂറിനു ശേഷമാണ് നിയന്ത്രണ വിധേയമാക്കിയത്. ശ്രീനന്ദ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം കഴക്കൂട്ടം മേനംകുളത്താണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വൻ തീപിടുത്തം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഒരു വ്യവസായ വകുപ്പിന്റെ ഭൂമിയാണിത്. ഒരു കുറ്റിക്കാടാണ്. ഈ കാടിന്റെ പകുതിയിൽ 3/4 ഭാഗവും തീ പടർന്നു പിടിച്ചിരുന്നു. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയാം. കാരണം പോലീസും അതുപോലെ തന്നെ അടുത്തുള്ള ഫയർ സ്റ്റേഷനിലുള്ള പോലീസുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ ഈ ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ചേർന്നാണ് ഇപ്പോൾ തീ അണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. 10ൽ കൂടുതൽ ഫയർ യൂണിറ്റുകളാണ് ഇവിടെ എത്തി ഈ ഒരു തീ അണയ്ക്കാനായുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ ഒരു പുരയിടത്തിന് തൊട്ടടുത്തായി തന്നെയാണ് ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് സെന്റർ ഉള്ളത്. അവിടെയുള്ള ജീവനക്കാരും അതുപോലെ തന്നെ മറ്റുള്ളവരും അവിടുത്തെ സാമഗ്രികളൊക്കെ കൊണ്ടുവന്നു കൂടിയാണ് ഈ ഒരു തീപിടുത്തം അണയ്ക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും തീ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ വൻ ഒരു തീപിടുത്തം അല്ലെങ്കിൽ വൻ ദുരന്തമായിരിക്കും ഉണ്ടാകാൻ പോരുന്നത്. പക്ഷേ ആ ഒരു ദുരന്തത്തിൽ നിന്നെല്ലാം ഒരു വിടുതൽ കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കൃത്യസമയത്ത് തന്നെ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഇടപെടലൊക്കെ കൊണ്ട് അടുത്തുള്ള റീഫില്ലിംഗ് സെൻറ്ററിൽ നിന്നുള്ള ആളുകളെ മാറ്റുകയും അതുപോലെ തന്നെ ഗ്യാസ് കുറ്റികളൊക്കെ മാറ്റുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ കാറ്റിൻ്റെ ദിശയനുസരിച്ച് തീ പടരാനുള്ളൊരു സാധ്യതയുള്ളത് കൊണ്ട് ഇപ്പോഴും ഫയർ എഞ്ചിനുകളും അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥരും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ ഒരു കാറ്റിൻ്റെ ദിശയനുസരിച്ച് കുറച്ച് മുൻപ് ഈ ഒരു തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. ആർക്കും തന്നെ യാതൊരുവിധ പരിക്കും സംഭവിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമറമാൻ ഗോപകുമാറിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.